നാരായണ 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 നാരായണ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമസ്കന്ധം 19-ാം അധ്യായം. സദ്ഗുരുഭ്യോ നമ. ഓം മന്നാഥ ശ്രീജഗന്നാഥ മദ്ഗുരു ശ്രീജഗദ്ഗുരു മമാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീഗുരവേ നമ. ഓം യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭു നിർമായ ശേദേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലങ്കൃഷീഷ്ട ഭഗവൻ വചാംസി മേ. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ വേധസേ പപുജ്ഞാനമയം സൗമ്യ യന്മുഖാംബുരുഹാസവം. നമസ്തസ്മൈ ഭഗവതേ വ്യാസായാമിത തേജസേ പപുജ്ഞാനമയം സൗമ്യ യന്മുഖാംബുരുഹാസവം. സദ്ഗുരുഭ്യോ നമ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമസ്കന്ധം 19-ാം അധ്യായം. ശ്രീഹരേ നാരായണ. ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ടുള്ള രംഗമാണ് ഇവിടെ. ആ പരീക്ഷത്ത് പറയുന്ന കുറച്ച് ആവശ്യങ്ങളും അതേപോലെ കുറച്ച് നിയമങ്ങളും ബ്രാഹ്മണ ഭക്തിയുടെയും അതേപോലെ അവനവൻ്റെ കർമ്മങ്ങൾ മുഴുവൻ, ഇവിടെ ക്ഷാത്രധർമ്മമാണ്, അത് ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യുക, അതിൻ്റെ പുണ്യത്തെയും ഇവിടെ അനുസ്മരിച്ചുകൊണ്ട് എന്തു ചെയ്യണം എന്തു ചെയ്യാതിരിക്കണം എന്ന് കുറച്ച് വിശദമായിട്ട് തന്നെ പരീക്ഷിച്ച് പറയുന്നതായിട്ടുള്ള രംഗങ്ങൾ നമുക്കത് കേൾക്കാം. ഓം. നായാട്ടു തീർന്നു അരമനയിൽ വന്നു പശ്ചാത്തപിച്ചു പരീക്ഷിത് സുദുഃഖിതൻ. അന്യനെ ദ്രോഹിക്കൽ ഇന്നേ വരെയില്ല, തെറ്റു ചെയ്യാത്ത മുനിയെ ദ്രോഹിച്ചു ഞാൻ. ദുര്യോധനൻ്റെ കിരീടത്തെ വെച്ചുപോയി ഹിംസ ചെയ്തു മൃഗവിദ്വേഷമേറ്റുവാൻ. സംവദിച്ചു കലിയൊത്തു ഞാൻ പാപിയായി ദാഹവിശപ്പിനാൽ അജ്ഞാനി ദുഷ്ടനായി. ഇവിടെ പരീക്ഷിത് രാജാവ് സ്വയമേവ വിശകലനം ചെയ്യുകയാണ്, ആത്മവിമർശനം. എല്ലാ ദിവസവും നമ്മൾ കിടക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് സ്മരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ആധുനിക ലോകവും അതുപോലെ തന്നെ ശാസ്ത്രവും ഇങ്ങനെ പറയണം, പുരാണവും അതുതന്നെയാണ് പറയണത്. ഇപ്പോൾ ഇവിടെ ദാഹം സഹിക്ക വയ്യാതെ കണ്ട് നായാട്ടിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു ചുതി, ആ ചുതിയെ പറ്റി നല്ലോണം ഒന്ന് ആലോചിച്ചു. ഞാനൊരു മഹാഋഷിയുടെ ആശ്രമത്തിൽ ചെന്നിട്ട് അവിടെ ഏറ്റവും ശാന്തമായിട്ടുള്ള, സ്വസ്ഥമായിട്ടുള്ള, സന്തോഷമായിട്ടുള്ള, അതീവ പുണ്യമായിട്ടുള്ള പ്രകൃതി തൊട്ടുള്ള സകലതും, മാത്രമല്ല ആ ഋഷി ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കാതെ കണ്ട് ഈ അജ്ഞാനിയായിട്ടുള്ള ഞാൻ അദ്ദേഹത്തിനെ ദ്രോഹിക്കാൻ, അപമാനിക്കാൻ ഒരു ചത്തപ്പാമ്പിൻ്റെ ജഡം ആ കഴുത്തിലിട്ട് പോന്നു. ഇത് ചെയ്യിച്ചത് ഞാൻ സമ്പാദിച്ചതായിട്ടുള്ള ഏതൊക്കെയോ ചിലത്, എന്നിൽ വന്നു ചേർന്നിട്ടുള്ളത് പലതും ശുദ്ധമല്ല. അപ്പം അതിലൊന്നാണ് ജരാസന്ധൻ്റെ കിരീടമായാലും ദുര്യോധനൻ്റെ കിരീടമായാലും ഒക്കെ. അപ്പം അങ്ങനെ മഹാപാപികളുടെ എന്തെങ്കിലുമൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്രകാരത്തിൽ ചില സന്ദർഭങ്ങളിൽ വിപരീതമായിട്ട് ഫലിക്കും. ഇപ്പോൾ ദക്ഷിണയൊക്കെ വാങ്ങുന്ന സമയത്ത് ആരൊക്കെയാണ് തരണമെന്ന് വെച്ചാലോ, എല്ലാവരും തരും. നല്ലവരും തരും, ചീത്തവരും തരും. നല്ലവരുടെ തന്നെ ചീത്ത ധനം ഉണ്ടെങ്കിൽ അതും തരും. പക്ഷേ ചീത്തവരുടെ നല്ല ധനങ്ങളും ചിലപ്പോൾ കിട്ടും. ഇതൊക്കെ അനുഭവങ്ങളാണ്.
അത് അങ്ങനത്തെ പരിഹാരങ്ങളൊക്കെ ചെയ്യണവർക്ക് നല്ലോണം വേഗം മനസ്സിലാവുകയും ചെയ്യും. ശ്രദ്ധിച്ച് ചെയ്യണവർക്ക് നല്ലോണം മനസ്സിലാവും. അവനവനെ ബാധിക്കേ. നല്ല ധനം വന്നു കഴിഞ്ഞാൽ പുഷ്ടി കാണാം. ചീത്ത ധനം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും അസുഖമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിപരീത ഫലങ്ങളോ ഒക്കെ ഈ കർമ്മിക്ക് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഫലിക്കും. അത് അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വരും, ഉറപ്പാണ്. അപ്പോൾ ഇവിടെ നല്ലോണം അത് മനസ്സിലായി. ഞാൻ ഒരു മാനിൻ്റെ പിന്നാലെ വിദ്വേഷത്തോടു കൂടിയിട്ട് പോയോ? എന്നേക്കാൾ മീതയാണോ നീയേ? എനിക്ക് ജയിക്കണം നിന്നെ കൊന്നിട്ട്. ഇങ്ങനെ ഒരു ചീത്ത ബുദ്ധിയല്ലേ ഉണ്ടായത്? അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇത് അബദ്ധം പറ്റിയത്. ഇതുണ്ടാവാനുള്ള കാരണം എന്താവും? ഞാൻ കലിയുമായിട്ട് സംവാദം നടത്തി, അതുകൊണ്ടാവുമോ? ഇരിക്കാനുള്ള സ്ഥാനങ്ങളൊക്കെ കൊടുത്തപ്പോഴേ ധനം അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ധനമല്ലേ ദുര്യോധനൻ്റെ കിരീടം, അല്ലെങ്കിൽ ജരാസന്ധന്മാരുടെ എത്രയോ ആൾക്കാരുണ്ട് അതുപോലത്തെ മഹാഭാവികളെ. അതൊക്കെ ഇപ്പോൾ എൻ്റെ ഭണ്ഡാരത്തിലഴിക്കണത്. അതിൻ്റെ ഒരു കിരീടം എടുത്ത് പോവുക, അത്രയും നിരീച്ചുള്ളൂ. ഒരു നിയമമുണ്ടല്ലോ, ആഭരണങ്ങൾ ഒരു കാരണവശാലും ആരുടെ ആയാലും ശരി ഇട്ട ആഭരണം ഇടാൻ പാടില്ല. അത് തീയിലിട്ട് ശുദ്ധി വരുത്തിയതിൻ്റെ ശേഷമേ ഇടാവൂ. അതല്ലെങ്കിൽ ആഭരണം ഉരുക്കി വീണ്ടും മറ്റൊരാഭരണം ഉണ്ടാക്കിയിട്ട് അതേ ഇടാവൂ. ഇവിടെ രാജഭണ്ഡാരങ്ങളിൽ അങ്ങനെയൊന്നും പതിവില്ല. ഒന്നിച്ചാണ്ട് കൊണ്ട കൂട്ടും. അത് അങ്ങനെ മാറി മാറി ഇടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കലിയുമായിട്ട് സംവരിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയ ഒരു ശാപമാണോ? ഒന്ന്. അന്യൻ്റെ അർഹതയില്ലാത്തതായിട്ടുള്ള ചീത്ത ധനത്തെ കിട്ടിയപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചു എന്ന ദോഷമാണോ? അതോ ഞാൻ അജ്ഞാനിയായതുകൊണ്ടാണോ ദുഷ്ടനായത്? അതേപോലെ ദാഹം, വിശപ്പ്, ഷഡൂർമിജയമില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? ഇങ്ങനെ അവനവനെ നല്ലോണം ആത്മവിമർശനം ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഭക്തിഭാവത്തിലേക്ക്, അത് സ്വഭാവമാണ്, പരീക്ഷത്തിൻ്റെ സ്വഭാവം ഭക്തിഭാവമാണ്. ആ കുറച്ച് നേരം മാത്രമേ ഈ അബദ്ധം സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ ആ അബദ്ധത്തിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കേണ്ടി വന്നു. അതും ബ്രാഹ്മണൻ്റെ ശാപം, അത് തീർത്താൽ തീരില്ല. അതേപോലെ അപമൃത്യു, സർപ്പദംശം, ഇത് രണ്ടും ഈ ലോക ഏഷണയ്ക്ക് വലിയ പ്രശ്നമായി. മാനഹാനി സംഭവിച്ചു. എന്നേക്കും ഇത് എല്ലാവരാലും പറയപ്പെടും. പക്ഷേ പരീക്ഷത്തിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടത്? ബ്രഹ്മാവിന് പോലും സമ്മതമായി. പരീക്ഷിത് സാക്ഷി എന്ന് പറഞ്ഞു. എന്താ കാരണം? ഭാഗവതം കേട്ടു, വേറെ ഒന്നുമില്ല. ഭാഗവതം കേട്ടതിന് പ്രതിഫലമായിട്ട് ഭഗവാൻ വരമായിട്ട് അനുഗ്രഹിച്ചു കൊടുത്തത് എന്താണ്? മുക്തിയാണ്, ലയമുക്തിയാണ്, സായുജ്യമുക്തിയാണ്. അപ്പോൾ സാത്വികനായിട്ടുള്ള പരീക്ഷത്തിന് പോലും ഇങ്ങനെ സംഭവിക്കാമെങ്കിൽ വിഷ്ണുരാധനായിട്ടുള്ള ആ പാണ്ഡവ വംശജന്, കാളിയാകുന്ന പാഞ്ചാലിയാൽ രക്ഷിതനായിട്ടുള്ള ശ്രീകൃഷ്ണനാൽ എല്ലാ അർത്ഥത്തിലും തുല്യത ഉണ്ട് എന്ന് ജ്യോതിഷിമാർ പോലും പറഞ്ഞതായിട്ടുള്ള, അത് ശ്രീകൃഷ്ണ അനുഗ്രഹം കൊണ്ടാണ് പറയിച്ചതും അതെ, ഇങ്ങനെ ആയതും അതെ. ആ പരീക്ഷത്തിന് ഇത് സംഭവിച്ചു വെച്ചാൽ അപ്പോൾ നമ്മുടെയൊക്കെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗരമുഖൻ വന്നിട്ട് ഈ ശാപവാർത്തയെ അറിയിക്കണത്. അപ്പോൾ അറിയിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ പറഞ്ഞത്. അതുമാത്രമല്ല, ഇനി എനിക്ക് എൻ്റേതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇല്ലാണ്ടേ ആവണേ. അഹം മമ, അഹന്താമമത, അത് 7 തരത്തിൽ പറയാറുണ്ട്. ഞാൻ, എന്നാൽ, എന്നിൽ, എന്നോട്, എന്നെ, എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് 7 തരത്തിൽ പറയും. എന്നിൽ നിന്ന് ഇത് മുഴുവൻ ഇല്ലാണ്ടേ ആവണമെന്നാണ്. അപ്പോൾ ഞാൻ എന്നുള്ള ഭാവവും എൻ്റെ എന്ന് ഞാൻ കരുതുന്നതായിട്ടുള്ള എല്ലാം ഇല്ലാണ്ടേ ആവണം. അത് ഭാവി കാലത്തിലും ഇനി അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഗൗരമുഖൻ പറഞ്ഞിട്ട് ഈ ശമീക മഹർഷിയുടെ ശിഷ്യൻ
ഇങ്ങനെ 7-ാം ദിവസം സർപ്പം കടിച്ച് തക്ഷകൻ കടിച്ച് മരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ സന്തോഷിക്കുകയുണ്ടായത്. ശിക്ഷ കിട്ടിയില്ലോ. എന്ത് ശിക്ഷ എന്നുള്ളത് അവിടെ വിഷയമല്ല. എന്താ കാരണം? താതാത്മ്യം വന്നിരിക്കണു ഭഗവാനുമായിട്ടേ. പശ്ചാത്താപം കൊണ്ട് താതാത്മ്യം വന്നു. അവിടെ പരിഹാരങ്ങളൊന്നുമില്ല. ഇതന്നെയാണ് പരിഹാരം. എന്താ പരിഹാരം? പ്രായശ്ചിത്തവും പരിഹാരവും ചെയ്യുന്നത് ഈ പശ്ചാത്താപം ഇല്ലാത്തതുകൊണ്ടാണ്. പശ്ചാത്താപത്തോട് കൂടിയിട്ട് ഈ പ്രായശ്ചിത്തവും പരിഹാരവും ചെയ്യണമെങ്കിലോ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. അത്രയും കൂടുതൽ പുണ്യം ആണ് ലഭിക്കുക. അതില്ലാതെ കണ്ട്, പശ്ചാത്താപം ഇല്ലാതെ കണ്ട്, ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തുകൊണ്ടാവും എനിക്കിങ്ങനെ ഒന്ന് വന്നത് എന്ന് വിചാരിക്കാതെ കണ്ട് പരിഹാരം ചെയ്താൽ അതിന് വല്ല ഫലം ഉണ്ടാവുമോ? അതുണ്ടാവില്ല. രാജാവ് അങ്ങനെയല്ല. രാജാവ് നല്ലോണം അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് സാരം. അതാണ് പറയാണ്, ഇങ്ങനെ ചിന്തിച്ചു ശിക്ഷ നൽകണമേ എന്നു തേങ്ങി പാപം പോക്കുവാൻ മാത്രമായി. വിപ്രശാപം കിട്ടും, ഭണ്ഡാരം തീർന്നിടും, ചാമ്പലാകും രാജ്യം എൻ്റെ നശിച്ചിടും. ശിക്ഷ കിട്ടേണമേ തെറ്റിനി ചെയ്യാത്ത ഏതു ജന്മത്തിലും പാപിയാകാതെ ഞാൻ. ഇങ്ങനെ ദുഃഖിച്ചു പശ്ചാത്തപിക്കുന്ന രാജനോടോതി ശ്രീ ഗൗരമുഖനിത്. ശാപവാർത്ത കേട്ട് സന്തുഷ്ടനായി നൃപൻ, വൈരാഗ്യവും വന്നു കൃഷ്ണനിൽ ഭക്തിയും. അപ്പോൾ ഇതുവരെ കൃഷ്ണഭക്തി ഇല്ലായിട്ടല്ല, അത് മാക്സിമത്തിലെത്തിയെന്ന് സാരം. ഭക്തി വർദ്ധിച്ച് താതാത്മ്യം വന്നു. ശാപം കിട്ടിയതെന്താ? 7-ാം ദിനം തന്നെ തക്ഷകൻ ദംശിച്ച് മൃത്യു വരിച്ചിടും എന്നതും ഭാഗ്യമായി. ചിന്തിച്ചു രാജൻ, സുഖം വേണ്ട രാജ്യവും സ്വർഗവും വേണ്ട, ഭഗവാനിലെത്തണം. ദേഹമോഹം വിട്ട് കർമ്മബന്ധം പോയി ബന്ധമുപേക്ഷിച്ച് മുക്തിയെ നേടണം. ഇതങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. കർമ്മം കർമ്മത്തിൻ്റെ ബാക്കി, കാമം കാമത്തിൻ്റെ ബാക്കി. കർമ്മം ബാക്കി ഉണ്ടെങ്കിൽ ഉറപ്പാണ് കാമം അതിൻ്റെ മുന്നേ ഉണ്ടായിണ്ടാവും. അപ്പോഴാണ് കർമ്മം വരിക. ഇത് രണ്ടും കർമ്മവാസന പോലും തീർക്കണം. അതിന് എന്ത് വേണം? ഈ താതാത്മ്യം വരണം. എനിക്ക് ഭഗവാനിലെത്തണം എന്നൊരൊറ്റ ആഗ്രഹം മാത്രമേ പാടൂ. അത് കിട്ടി. ഇത് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താ? ദേഹമോഹ. അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ ദേഹമല്ല എന്നുള്ള ആദ്യം ഉറപ്പിച്ചു. ഇനി എനിക്ക് ദേഹമേ വേണ്ട എന്നും ഉറപ്പിച്ചു. അപ്പോഴാണ് വൈരാഗ്യത്തോടു കൂടിയിട്ട് എല്ലാം ഉപേക്ഷിക്കുക എന്നത് പ്രാവർത്തികമാക്കണം. പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് എന്താണ്? നേരെ ഗംഗാനദിയുടെ അടുത്തേക്ക് പോയി പ്രായോപവേശം, ഇനി ഞാനൊരു ആഹാരവും കഴിക്കില്ല എന്ന് ഉറപ്പിച്ചു. കുശപ്പുല്ലിൽ ഇരുന്നു. ദർഭയോ കുശയോ കറുകയോ എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ ചില പുല്ലുകൾക്കൊക്കെ കുറച്ചധികം പ്രാധാന്യമുണ്ട്. ഇവിടെ കുശപ്പുല്ല് എന്ന് പറഞ്ഞിരിക്കുന്നു. ആ സമയത്താണ് അനവധി മഹർഷിമാർ ഈ ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് അനവധി ബ്രാഹ്മണർ, മഹർഷിമാർ, മുനിമാർ, ഭക്തന്മാർ ഒന്നിച്ച് വരികയാണ്. ദേവർഷി, രാജർഷി, ബ്രഹ്മർഷി സകലരും. അപ്പോൾ എന്താ ചിന്തിച്ചത്? ശാപവാർത്ത കേട്ട് സന്തുഷ്ടനായ നൃപൻ, വൈരാഗ്യവും വന്നു കൃഷ്ണനിൽ ഭക്തിയും. 7-ാം ദിനം തന്നെ തക്ഷകൻ ദംശിച്ച് മൃത്യു വരിച്ചിടും എന്നതും ഭാഗ്യമായി. ചിന്തിച്ചു രാജൻ, സുഖം വേണ്ട രാജ്യവും സ്വർഗവും വേണ്ട, ഭഗവാനിലെത്തണം. ദേഹമോഹം വിട്ട് കർമ്മബന്ധം പോയി ബന്ധമുപേക്ഷിച്ചു മുക്തിയെ നേടണം. പോയി വടക്കുതി ലക്ഷ്യമാക്കി നൃപൻ, ഗംഗാനദിക്കരെ പ്രായോപവേശവും ചെയ്ത് കുശപ്പുല്ലിൽ ധ്യാനിച്ചിരുന്നുടൻ എത്തി മഹർഷിമാർ ശ്രേഷ്ഠർ നിരവധി. അത്രി, വസിഷ്ഠൻ, ച്യവനൻ, പരാശരൻ, മേധാതിഥി, ഭരദ്വാജനൻ, ഗൗതമൻ, മൈത്രേയൻ, ഔർവ്യൻ, ഉദധ്യൻ, അഗസ്ത്യനും ആർഷ്ടിഷേണൻ, വ്യാസൻ, നാരദൻ തൊട്ടവർ. ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടില്ല, കുറച്ച് പേരുടെ പേര് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ 9-ാം അധ്യായത്തിൽ ഭീഷ്മരുടെ അടുത്തേക്ക് വന്നിട്ടുള്ള അനവധി മഹർഷിമാരുടെ പേര് പറയണു. തത്ര ബ്രഹ്മർഷയസ് സർവേ ദേവർഷയശ്ച സത്തമ രാജർഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരതപുംഗവം. പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ. ബൃഹദശ്വോ ഭരദ്വാജ സശിഷ്യോ രേണുകാസുത. വസിഷ്ഠ ഇന്ദ്രപ്രമദ ത്രിതോ ഗൃത്സമദ അസിത. കക്ഷീവാൻ ഗൗതമോത്രിശ്ച കൗശികോഥ സുദർശന.
അന്യേ ച മുനയോ ബ്രഹ്മൻ ബ്രഹ്മരാതാദയോ അമലാഹ ശിഷ്യൈരുപേദാ ജഗ്മു കശ്യപാങ്കിരസാദയാം. അമലന്മാരായിട്ടുള്ള ബ്രാഹ്മണ്യത്തെ നല്ലവണ്ണം കാത്തു സൂക്ഷിക്കുന്ന മഹാഭക്തന്മാരായിട്ടുള്ള മഹർഷിമാർ, മുനിമാർ, ഭക്തന്മാർ, ഒപ്പം ശിഷ്യന്മാരുമുണ്ട്. ബ്രഹ്മർഷി, രാജർഷി, ദേവർഷി, ഇങ്ങനെ എല്ലാവരും അവിടെ എത്തി. ഒപ്പം വ്യാസനുണ്ട്, ശുഗനുമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പറയണു, അത്രിർവസിഷ്ഠശ്ചവന ശരദ്വാൻ അരിഷ്ടനേമിർ ഭൃഗുരംഗിരാശ്ച പരാശരോഗാധിസുതോഥ രാമ ഉദധ്യ ഇന്ദ്രപ്രമദ ഇത്മവാഹൗ മേധാതിഥി ദേവല ആർഷ്ടിഷേണോ ഭാരദ്വാജോ ഗൗതമ പിപ്പലാദ മൈത്രേയ ഔർവ കവശ കുംഭയോനി ദ്വൈപായനോ ഭഗവാൻ നാരദശ്ച അന്യേ ച ദേവർഷി ബ്രഹ്മർഷിവർയ രാജർഷിവർയ അരുണാദയശ്ച നാനാർഷേയ പ്രവരാൻ സമേതാനഭ്യർച്ച രാജ ശിരസാ വവന്ദേ. ഇങ്ങനെ എല്ലാ മഹർഷിമാരും രാവിലെ ഈ ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള മഹർഷിമാരുടെ പേരുകൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ പാപം മുഴുവൻ ഇല്ലാണ്ടാവുമെന്ന് ഭഗവാന്റെ വാക്കാം. അപ്പോൾ ഈ ഇത്രയും ആളുകൾ ഒന്നിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ശിഷ്യന്മാർ, ഓരോ മഹാഋഷികൾക്കും 10,000 ശിഷ്യന്മാരൊക്കെ ഉണ്ടാവുമെന്നാണ് പറയണം. അവിടെ ഇരിക്കാൻ സ്ഥലം എങ്ങനെയാണ് ഉണ്ടാവുക? അവരൊക്കെ സൂക്ഷ്മരൂപികളായിട്ട് ശരീരമുണ്ട്, എന്നിട്ടാണ് അങ്ങനെ ഇരിക്കാൻ സാധിക്കും. അവർക്ക് അണിമാതി എല്ലാ കഴിവുകളുമുണ്ട്, ചെറുതാവാൻ കഴിയും. എല്ലാവർക്കും രാജാവിനെയും കാണാൻ പറ്റും, രാജാവിന് ഇവരെയും കാണാൻ പറ്റും. അങ്ങനെ ഒരു ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യന് സാധിക്കുമോ അത്? ഒരു അമാനുഷികത അവിടെ ഉണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അന്ന് മൈക്കൊന്നുമില്ല, പക്ഷേ ഈ കേൾക്കുന്നത് എല്ലാവർക്കും എത്തുന്നു. എന്തുകൊണ്ടാണ്? ഈ താതാത്മ്യമാണ്. ഇവരെല്ലാവരും കൂടി വന്നു കഴിഞ്ഞപ്പോൾ രാജാവ് എന്ത് ചെയ്തു? വന്നപ്പോൾ ദണ്ഡ് നമസ്കാരവും ചെയ്തു ശ്രീ പരീക്ഷിത്തുടൻ പൂജിച്ചു വേണ്ട പോൽ ശുദ്ധമനസ്കനായി ചൊല്ലി വിനീതനായി മാമുനിമാരെ അനുഗ്രഹിക്കണമേ. വിപ്രനെ ദ്രോഹിച്ച നീചനാമെന്നുടെ തെറ്റു പൊറുക്കണേ ബ്രാഹ്മണ ശ്രേഷ്ഠരെ. ഞാൻ ചെയ്ത പുണ്യത്തിൻ ബാക്കി ലേശം കൊണ്ട് അന്ത്യകാലത്തെത്തി നിങ്ങൾ എൻ സന്നിധി. തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ഈ മഹാഋഷിമാരെ, നിങ്ങൾ എന്നെ ശപിക്കരുതേ, ദ്രോഹിക്കരുതേ. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണേ. ഞാൻ ചെയ്തതൊക്കെ ഭഗവത് അർപ്പിതമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് നീരസം കാണിക്കാതെ കണ്ട് എന്നെ അനുഗ്രഹിക്കണേ എന്നെല്ലാമാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അന്ത്യകാലത്തിൽ ഇങ്ങനെയുള്ള മഹാബ്രാഹ്മണരുടെ അടുത്ത് മരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ പുണ്യം കൂടി ഈ ജീവനെ മുക്തിപഥത്തിലേക്ക് എത്താനുള്ള കാരണമായിട്ട് തീരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒടുക്കം ഒരു പശുദാനമൊക്കെ ചെയ്യണില്ലേ? മരിക്കാറായി എന്നാ തോന്നുന്നത്, എന്നാൽ പശുദാനം ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ ഒരു ലാഘവ ബുദ്ധിയോട് കൂടിയിട്ട് ഒരു ബ്രാഹ്മണനെ വിളിച്ചിട്ട് പശുദാനം ചെയ്യും. എന്നിട്ട് അയാൾക്ക് ആ പശുദാനം കൊടുക്കൊണ്ട് അയാൾ അല്ല ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വേണ്ടേ അയാൾക്ക് ജീവിക്കാൻ എന്നും പറയും. അപ്പം എന്തുണ്ടായി? ഈ പുണ്യം മുഴുവൻ പോയി എന്ന് മാത്രമല്ല, ബ്രാഹ്മണൻ്റെ ശാപം. ഇത് ബ്രാഹ്മണൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, ഈ വാങ്ങിയ ആളിത് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഭഗവാൻ അറിയേ. മുകളിലൊരാളുണ്ട്, തിരിച്ച് ഇരട്ടിയാണ് വിപരീതമായിട്ടുള്ള ഫലം വരിക. അതറിയണില്ല പാവം. എന്നിട്ടും പറയുകയാണ് മൂപ്പർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാണേ നമ്മളെ പോലൊക്കെ കൊടുക്കും വേണ്ടേ. ഇതിപ്പോൾ നമുക്കൊരു സൗകര്യമാണ്, ഇനി എന്നാൽ വിളിക്കുക കൊടുക്കുക, ഇങ്ങനെ ഒരു ഭാവത്തിലാണ് കൊടുക്കണതേ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോയി കഴിഞ്ഞാൽ ജടായുസ്തുതിയോ ഭീഷ്മസ്തുതിയോ അതേപോലെ ഭുജംഗപ്രയാതവും സഹസ്രനാമമൊക്കെ ജപിച്ച് ആ ഒരു നേദ്യം കൊടുത്ത് തീർത്ഥജലമൊക്കെ കുടിക്കാൻ കൊടുത്ത് അങ്ങനെയൊക്കെ വേണം പോരാനായിട്ടേ. ആ നിയമത്തെ പാലിക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണരെ കണ്ടാലും മനസ്സിലാവില്ല, അത് ചെയ്തു കൊടുത്താലും മനസ്സിലാവില്ല. ഇത് ഒരു തവണ കൊണ്ട് ചെയ്താൽ മുഴുവനായിട്ട് നേടണമെന്നാ, ഒറ്റ തവണ കൊണ്ട് മുഴുവനാവില്ല. എത്ര ജന്മത്തെ എന്തൊക്കെ പാപമുണ്ടെന്നുള്ളത് അറിയോ? എന്നിട്ട് അയാളെ വിളിച്ചു വന്നിട്ട് എന്തേ കാര്യം ഉണ്ടായി? അയാൾ കുറേയൊക്കെ ചെയ്യുകയൊക്കെ ഉണ്ടായി, എന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ എന്നും പറയും. എന്താ കാരണം? അജ്ഞതയാണ്. ഇതുകൊണ്ടും തരായില്ലല്ലോ, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇത്രയും കൂടുതൽ ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ? ഈ കുലത്തിൻ്റെ ആണോ, അതോ ജീവൻ്റെ ആണോ, അതോ നമ്മുടെ പരിചാരകരുടെ ആണോ, ബന്ധുക്കളുടെ ആണോ? ഇങ്ങനെ ചിന്തിക്കാനുള്ളൊരു വിശാല മനസ്കത ഈ കലികാലമായതുകൊണ്ട് പിന്നെ പുരാണങ്ങളൊന്നും വായിക്കണില്ല. അഥവാ വായിക്കുക വെച്ചാൽ മനസ്സിലാവണമില്ല. അർത്ഥം മനസ്സിലാവാതെ കണ്ടാണ് വായിക്കണത്. അപ്പോൾ ഒന്നും മനസ്സിലാവില്ല.
ലോട്ടറി എടുക്കണ പോലെ അനവധി ലോട്ടറി എടുത്താലേ ഒടുക്കം ചിലപ്പോഴേ കിട്ടുള്ളൂ, ചിലപ്പോൾ കിട്ടില്ല. അപ്പം അതിന് ഭഗവാനെ കൂട്ടി വിളിച്ചിട്ട് കാര്യമില്ല. ഇത് രംഗം മാറി, വ്യത്യാസമുണ്ട്. അന്യൻ്റെ പുണ്യമാണ് ഈ തരാൻ പോകുന്നത്. അതിന് നിസ്സാരമായിട്ടുള്ളൊരു തീരി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ധാരണ, അത് പ്രതീകാത്മകമായിട്ട് അങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അതൊന്നുമല്ല, ഇവിടെ ആത്മസമർപ്പണമാണ്. എൻ്റേത് മുഴുവൻ മഹാബ്രാഹ്മണരെ ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്നു, ഇനി എനിക്ക് യാതൊന്നും വേണ്ട. ഇത് ആത്മാർത്ഥമായിട്ട് പറയാം, അല്ലാതെ കണ്ട് ഒരു കാട്ടിക്കൂട്ടലല്ല രാജാവിൻ്റെ. പ്രായോപവേശം എന്നുള്ളത് പിന്നെ ജലപാനം പോലും ഇല്ല, വായു ഒഴിച്ച് ബാക്കി യാതൊന്നുമില്ല. വിശപ്പില്ല, ക്ഷീണമില്ല, കാരണം ദേഹബോധം ഉണ്ടെങ്കിലേ അതൊക്കെ വരുള്ളൂ. പിന്നെ കേട്ടത് വീണ്ടും വീണ്ടും മനനം ചെയ്തുകൊണ്ടിരിക്കുക. അത്ര പുണ്യാത്മാവാണ് വിഷ്ണുരാധനായിട്ടുള്ള ഈ പരീക്ഷത്തെ. അദ്ദേഹമാണ് ഈ ബ്രാഹ്മണരോട് പറഞ്ഞത്, എന്ത് തെറ്റു പൊറുക്കണേ ബ്രാഹ്മണ ശ്രേഷ്ഠരെ. ഇപ്പോൾ അന്ത്യകാലത്ത് എൻ്റെ അടുത്തേക്ക് വന്ന നിങ്ങൾക്ക് ഞാനിതാ കോടി കോടി നമസ്കാരം, പാദ നമസ്കാരം ചെയ്യണു, ആത്മനിവേദനം ചെയ്യണു. പറയാണ്, രാജ്യവും വീടും ഭരിച്ചു സുഖിച്ചു ഞാൻ, ശ്രീഹരിയെ വിട്ടു വിപ്രരെയും തഥാ. ആയതുകൊണ്ടിന്നു ശാപം ലഭിച്ച ഞാൻ, വൈരാഗിയായി മുക്തി ഇച്ഛിക്കും മർത്യനായി. തക്ഷകൻ വന്നു കടിക്കുന്നതിന് മുമ്പ്, ഭാഗവതം എന്നെ കേൾപ്പിക്കണേ മുതാ. ഗുരുവായൂരപ്പ. ആരാ പറയണത്? പരീക്ഷിത്ത്, കലിയെ നിഗ്രഹിച്ച പരീക്ഷിത്ത്. മുഴുവൻ ഭഗവത് അർപ്പിതമായിട്ട് ഭരിച്ച് ക്ഷാത്രധർമ്മത്തെ ചെയ്ത പരീക്ഷിത്ത്. കൃഷ്ണനെയും പാണ്ഡവരെയും കുറിച്ചിട്ട് നന്നായിട്ട് പറയുന്നത് കേട്ട് സന്തോഷിച്ചതായിട്ടുള്ള പരീക്ഷിത്ത്. ഈ ജനങ്ങൾ മുഴുവൻ പരീക്ഷത്തിനെ ഈശ്വരതുല്യൻ കൃഷ്ണൻ എന്ന് കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന ആ പരീക്ഷിത്ത് ഇങ്ങനെ ഒരു ശാപം എന്തുകൊണ്ട് സംഭവിച്ചു? ഉർവശി ശാപം ഉപകാരം, ആ കൂട്ടത്തിലാണ് ഇവിടെ ഈ ശാപം ലോകഹിതത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്തതായിട്ടുള്ള ഒരു ലീലയാണ്. അതായത് അപമൃത്യു സംഭവിച്ചാൽ പോലും മുക്തി കിട്ടാൻ ഭാഗവതം മാത്രം മതി. മഹാബ്രാഹ്മണർ പറഞ്ഞത് ഭഗവാന്റെ നാമം മാത്രം ജപിച്ചാൽ മതി, അത്ര പ്രാധാന്യമുണ്ട്. അപ്പോൾ ഭാഗവതം പറയൂ, ഭഗവത് കഥകൾ പറയൂ, ഹരികഥ പറയൂ, കൃഷ്ണനെ പറ്റി പറയൂ, കൃഷ്ണലീലകൾ പറയൂ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ നിയമം കൂടി പറയാണ്. സത്സംഗവും ഭക്തസംഗവും കൂടാതെ ഭക്തിയുമേകണം തദ്വാരാ മുക്തിയും. സത്സംഗം വേണം, ഇനിയും ഭക്തന്മാരിവിടെ വരട്ടെ, പോരാ, എനിക്ക് നിങ്ങൾ ഭക്തി തരണം, ഭക്തനായിട്ട് എനിക്ക് മുക്തിയും തരണം. ബ്രാഹ്മണരുടെ പ്രത്യേകത എന്താണ്? വിപ്രന്മാർ ചെയ്യുന്നത് ആത്മാനം പാതി പരം പാതി. അവനവനെയും രക്ഷിക്കും, പാതി തന്നെ രക്ഷിക്കുക. അവനവനെയും രക്ഷിക്കും, അന്യരെയും രക്ഷിക്കും. അതല്ലേ ബ്രാഹ്മണരുടെ വൃത്തി. അപ്പോൾ അത് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണം. എനിക്കിനൊന്നും ചെയ്യാനില്ല, ഇനി 7 ദിവസമേ എനിക്ക് ആയുസുള്ളൂ. തർഷകൻ വരുന്നു, കടിക്കുന്നു, ഞാൻ മരിക്കുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് ഭാഗവതം ഒന്ന് കേൾപ്പിച്ച് തരുമോ? നിങ്ങൾക്ക് മാത്രമല്ലേ അത് പറയാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ പറയുന്നതായിട്ടുള്ള മഹാബ്രാഹ്മണർ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പരീക്ഷത്തിനെക്കുറിച്ച് നല്ലോണം അറിയാവുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യാൻ സാധിച്ചില്ല. പരീക്ഷത്ത് ജ്ഞാനിയായതുകൊണ്ട് അത്രയും ജ്ഞാനം ഞങ്ങൾക്കില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് ഭാഗവതം പറയാനുള്ള അർഹത ഞങ്ങൾക്ക് ഉണ്ടോ എന്ന് നിശ്ചയില്ലാത്തത് കൊണ്ട് പറഞ്ഞില്ല. നമുക്ക് നാമം ജപിച്ചിരിക്കാട്ടോ എന്ന് അവർ പരസ്പരം പറഞ്ഞു എന്നാ. സത്സംഗവും ഭക്തസംഗവും കൂടാതെ ഭക്തിയുമേ ഗണം തദ്വാരാ മുക്തിയും. ഇങ്ങനെ ചൊല്ലിയ ശ്രീ പരീക്ഷിത്തിനെ പുഷ്പവൃഷ്ടി ചെയ്തു ദേവകൾ ധന്യരായി. സർവർക്കും വീണ്ടും നമസ്കാരവും ചെയ്തു ഭാഗവതം കേൾക്കാൻ കാത്തിരുന്നു നൃപൻ. പരീക്ഷിച്ചത് പറഞ്ഞപ്പോഴേക്കും ദേവന്മാർക്ക് അവർക്കവിടെ ഇരിക്കാൻ വയ്യ. കാരണം ഈ പരീക്ഷത്തിൻ്റെ മുക്തി കാണണം എന്ന് വിചാരിച്ചിട്ട് എല്ലാ ദേവന്മാരും അവിടെ എത്തി. അപ്പോൾ അവർ വേഗം പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തു. മാമുനിമാർ ചൊല്ലി വന്ദനം ഭൂപതേ പാണ്ഡവ പൗത്രനാം കൃഷ്ണപ്രിയൻ നൃപ. ജ്ഞാനിയായി ഭവാൻ ഞങ്ങൾ അജ്ഞർ എന്തു ചൊല്ലിത്തരും നാമകീർത്തനം ചൊല്ലിടാം. അങ്ങ് പരമജ്ഞാനിയാണ്,
ഞങ്ങളോ, ഞങ്ങൾക്ക് അത്രയ്ക്കുള്ള ജ്ഞാനമില്ല. കർമ്മഠന്മാരാണ് ഞങ്ങൾ എന്താ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ചൊല്ലിത്തരിക? ഞങ്ങൾക്ക് ഭഗവാന്റെ കഥകൾ പറയാൻ അത്രയ്ക്കുള്ള വശമില്ല. അങ്ങയെ സന്തോഷിപ്പിക്കാൻ, അങ്ങയുടെ ജീവനെ ശുദ്ധനാക്കാൻ ഞങ്ങളാൽ ചെയ്യാൻ പറ്റുന്നത് നാമം ജപിക്കാം. സഹസ്രനാമം നമ്മൾ ജപിക്കാം. സഹസ്രനാമം വെച്ചാൽ സഹസ്രനാമം ഉണ്ടാവാം, മറ്റ് നാമങ്ങളും അനവധി തരത്തിൽപ്പെട്ടതായുള്ള നാമങ്ങളുണ്ട്. അതുകൊണ്ടാണ് ദ്വാദശനാമം, ഷോഡശനാമം, കലിസന്തരണം, നാമങ്ങളുടെ തന്നെ ലിസ്റ്റ് കുറേ ഉണ്ട്. അഷ്ടോത്തരം, ഇനി 336 അങ്ങനെ ഒന്നുണ്ട്. അനവധിയാണ്. എത്ര ചോദിച്ചാൽ ശരിയ. അതിൻ്റെ ആ ലിസ്റ്റ് എടുത്താൽ തന്നെ അതന്നെ കൂടുതലുണ്ട്. അപ്പോൾ അതൊക്കെ അവർ ചെയ്യാമെന്നാണ് പറഞ്ഞതേ. അവർക്കതൊക്കെ ബൈഹാർട്ടാണ്. അപ്പോൾ പറയാണ്, രാജാവിൻ മുക്തിയെ കണ്ടു മടങ്ങിടാം, സത്സംഗം നമ്മയും ശുദ്ധരാക്കും ദൃഢം. ഇങ്ങനെ പരസ്പരം ആ മഹർഷിമാർ തമ്മിൽ പറയാം. അപ്പോൾ നൃപൻ ചൊല്ലി, വേദസ്വരൂപരാം വിപ്രരേ നിങ്ങൾ പരഹിതരല്ലയോ, ലാഭേച്ഛയില്ലാതെ വേദവിധി ചെയ്യും നിങ്ങളെനിക്കും ഹരികഥയോധനേ. ബ്രാഹ്മണരുടെ പ്രത്യേകത തന്നെ അന്യരെ സഹായിക്കുകയാണ്. ഒരു ലാഭവും നിങ്ങൾക്ക് ഉദ്ദേശ്യമില്ല. ഈ ലാഭം എന്തേ ഉള്ളൂ? ഭഗവാനെ കിട്ടുക, ഭഗവാനെ പറ്റി പറയുക, അറിയുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതാണ് ചെയ്താൽ മതി. ജ്ഞാനമുണ്ടോ ജ്ഞാനമില്ലേ നോക്കണ്ട. ഭഗവാന്റെ കഥയാണെങ്കിൽ അതിൽ ജ്ഞാനാജ്ഞാനങ്ങളില്ല, അതിൽ തെറ്റ് ശരികളില്ല. ഭഗവത് കഥയാണോ? അത് മതി. പരീക്ഷിത്ത് ആ വിനയം നോക്കി നോക്കൂ. രണ്ടുപേർക്കും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതേ. കാരണം ഇവിടെ നമുക്കിപ്പോൾ നാരായണൻ എന്നുള്ളതായാൽ കഷ്ടിച്ചറിയാവുന്നത് അനന്തപത്മനാഭനായിട്ടുള്ള നാരായണൻ, നാരങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ജലത്തെ കാരണജലത്തെ ആശ്രയിച്ചായിട്ടുള്ള നാരായണൻ നമുക്ക് ആകെ അതേ അറിയുള്ളൂ. അവിടെ ഇപ്പോൾ അതൊന്നല്ല. നരനാരായണന്മാരായിട്ട് അവതരിക്കാനുള്ള കാരണം തൊട്ടിട്ട് ശ്രീകൃഷ്ണനായിട്ട് നാരായണൻ വന്നത് തൊട്ട് ആ ലീലകൾ മുഴുവനെ, നാരായണൻ എന്തൊക്കെ ലീലകൾ ചെയ്തോ, ഇപ്പോഴും എന്തൊക്കെ തപസാദി കാര്യങ്ങൾ ചെയ്യണോ, ഇത് മുഴുവൻ നാരായണൻ എന്നാണ് പേര് വരുമ്പോഴേക്കും പരീക്ഷത്തിൽ ഇതൊക്കെ ഓർമ്മ വന്നു. നമുക്ക് നാരായണൻ എന്ന് മാത്രമേ വരൂ. ഈ വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങളത് ചെയ്യൂ. അത് ചെയ്തവിടെ കിട്ടുമേ. എത്ര മഹാജ്ഞാനിയാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീശുക ബ്രഹ്മർഷി സദാസമയത്തും കൃഷ്ണ 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 എന്ന് പറഞ്ഞു നടക്കുന്ന ആ ശ്രീശുക ബ്രഹ്മർഷി കൃഷ്ണ തുല്യൻ, കൃഷ്ണൻ തന്നെ, വേഷം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വേഷമൊന്നുമില്ല, ഒരു വേഷം കെട്ടുമില്ല. അങ്ങനെയാണ് വന്നതേ. ലാഭേച്ഛയില്ലാതെ വേദവിധി ചെയ്യും നിങ്ങളെനിക്കും ഹരികഥയോധനേ എന്നോദിയപ്പോൾ എതിരച്ഛയാ ശ്രീശുകൻ വന്നു സ്ത്രീ ബാലരോടൊത്തു ദിഗംബരൻ സർവത്ര. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സദ്ഗുരുഭ്യോ നമ. ശ്രീകൃഷ്ണായ നമ. ശ്രീഹരേ ഗുരുവായൂരപ്പ. ആത്മജ്ഞൻ സഞ്ചാരി വ്യാസസുതൻ തുഷ്ടൻ എന്നും 16 സുന്ദരൻ ശ്യാമളൻ നീണ്ട കൈകാലും ദൃഢമേനി നെറ്റിയും നല്ല മുടി ഭ്രൂ തിളങ്ങുന്ന കണ്ണുകൾ ശംഖു കഴുത്തും വിരിമാറും പൂണുനൂൽ 3 വലിയും ഇടുങ്ങി അരവയർ ആജാനുബാഹു അവധൂതൻ പുഞ്ചിരി തൂകി കടാക്ഷിക്കും കാരുണ്യവാൻ ഋഷി പിന്നിലായെത്തി ഹസിക്കും ശിശുക്കളും ഒപ്പം കലപില ചൊല്ലി യുവതികൾ എത്തി പരിവാരഘോഷത്തോടെ ഋഷി ലക്ഷണം കൊണ്ട് പരീക്ഷിത്തറിഞ്ഞത്. ശ്രീ ശിവബ്രഹ്മർഷിയുടെ ഒരു വിശേഷണമാണ് രൂപത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണൻ്റേതായിട്ടുള്ള മുടി തൊട്ടുള്ള പാദാദികേശ വർണ്ണന, കേശാദിപാദ വർണ്ണന എല്ലാം ഭഗവത് തുല്യ, ഒരു വ്യത്യാസമില്ല. ചെറിയൊരു വ്യത്യാസം രാസലീലയെ പോലെയല്ല. രാസലീലയിൽ കൃഷ്ണൻ മാറി നിൽക്കുന്നത് പക്ഷേ ആർക്കും മനസ്സിലാവണില്ല. ഇവിടെ കൃഷ്ണൻ മാറി നിൽക്കുന്നതായിട്ട്, ശ്രീ ശിവബ്രഹ്മർഷി മാറി നിൽക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. ഇത്രേ വ്യത്യാസമുള്ളൂ. ഗോപികമാർക്ക് കൃഷ്ണനെ കിട്ടുന്ന പോലെ തന്നെ ശ്രീ ശിവബ്രഹ്മർഷിയെ ഈ പിന്നാലെ ചിരിച്ചും കളിച്ചും ഹസിച്ചും ഓടിയും ചാടിയും വരുന്നതായിട്ടുള്ള സ്ത്രീകളും തരുണികൾ, ഒപ്പം കുറേ പിള്ളേരുമുണ്ട്, കുട്ടികളുമുണ്ട്, ബാലന്മാർ. അവർ ഹസിച്ചും കൊണ്ടും അങ്ങനെയൊക്കെയാണ് വരണത്. അവർക്ക് പക്ഷേ ശ്രീ ശിവബ്രഹ്മർഷി അങ്ങോട്ട് കിട്ടുന്നില്ല. മറ്റതങ്ങനെയല്ല, ഗോപികമാർക്ക് ഭഗവാനെ കിട്ടുന്നുണ്ട്. ഈ വ്യത്യാസമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിമാ.
അപ്പോൾ ആലഭാരത്തോടെയാണ് വരുന്നത്, പരിവാരഘോഷത്തോടെയാണ് വരുന്നത്, മഹർഷിയുടെ ചൈതന്യത്തോടെയാണ് വരുന്നത്. പക്ഷേ പ്രായം കൊണ്ട് വളരെ ചെറുപ്പം, 16 വയസ്സേ ആയിട്ടുള്ളൂ. കൃഷ്ണൻ്റെ അതേ വയസ്സാണ്. 16 വയസ്സെന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ വയസ്സാണ്. എന്നും 16 വയസ്സാണ്, വ്യത്യാസമില്ല. അപ്പോൾ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ പരീക്ഷത്തിനാളെ മനസ്സിലായി. വേഗത്തിൽ കാൽക്കൽ നമസ്കരിച്ചു നൃപൻ, സ്വാഗതം ചൊല്ലി ഇരുത്തി പൂജിക്കവേ, പേടിച്ചു സ്ത്രീ ബാലരോടി മറയവേ, ഉത്തമ പീഠത്തിൽ വാഴിച്ചു പാണ്ഡവർ. അപ്പോൾ അവിടെ പരീക്ഷത്തിന് ആളെ മനസ്സിലായപ്പോൾ വേഗം പ്രായോപവേശം ചെയ്യുന്ന ആൾ, ഭാഗവതം കേൾക്കാനിരിക്കുന്ന ആൾ സാധാരണ എണീക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു തപസ് പോലെ ആയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റില്ല എന്ന് അല്ല, എഴുന്നേറ്റു, വേഗം ചെന്നു, നമസ്കരിച്ചു, പ്രദക്ഷിണം വെച്ചു, നമസ്കരിച്ചു. എങ്ങനെയൊക്കെയാണ് പൂജിക്കേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്തു. കാരണം എന്താ, ഭഗവാനാണ് വന്നതേ, ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് വേഗം എഴുന്നേറ്റു, പൂജിച്ചു, ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പീഠത്തിലിരുത്തി. ചെറിയൊരു പ്രശ്നമുണ്ട്, അവധൂതനാണ്. കൃഷ്ണാച്ച അവിടെ ഇരുന്നോളും, ഇതങ്ങനെ ഇരിക്കില്ല. ഭക്തവാത്സല്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരി, ഗോദോഹന കാലം മാത്രമേ ഇരിക്കുള്ളൂ. ഒരു പശുവിനെ കറക്കാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഹൂർത്തം. ഇനി ഒരു മുഹൂർത്തം ഇല്ല വെച്ചാൽ അതിന് താഴെ 3:45 നാഴിക മാക്സിമം. എല്ലാം കൂടി കഴിഞ്ഞാൽ 3:45 നാഴിക, അത് അതിലപ്പുറം ഇനി ഇല്ല. അപ്പോൾ വല്ലാണ്ട് പേടിയായി, അതുകൊണ്ടാണ് പരിഭ്രമിച്ചത്. അപ്പോൾ എല്ലാവരും ഉണ്ട് അവിടെ, സകല ഋഷിമാരുണ്ട്. അവരെല്ലാവരും ഈ രാജാവിനെ പോലെ തന്നെ ആശ്രിതരാണ്, ഭഗവാന്റെ ആശ്രിതരാണ്, ശ്രീ ശുകബ്രഹ്മർഷിയുടെ ആശ്രിതരാണ്. അവർക്ക് കാണാൻ കിട്ടുന്ന അവർ വിചാരിച്ചിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പ്രത്യക്ഷമാവലാണ്. ആരൊക്കെയാ? എല്ലാവരും അതെ. ബ്രഹ്മർഷി, രാജർഷി, ദേവർഷിയൊക്കെയും ചുറ്റും നമിച്ചു അതിവിനയത്തോടെ, ചന്ദ്രനെ പോലെ തിളങ്ങി ശുഗൻ തഥാ നക്ഷത്രമാകും ഋഷികളാൽ സേവിതൻ. അപ്പോൾ അവിടെ ചന്ദ്രൻ ഇറങ്ങി വന്നു, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിറഞ്ഞു നിൽക്കണം. ശരത്കാലത്തെ മേഘം പോലെ. ശരത്കാലത്ത് മേഘലിലോ ക്ലിയറാണ്. അനവധി നക്ഷത്രങ്ങളെ കൂട്ടമായിട്ട് ഇങ്ങനെ നിൽക്കണു. എന്തൊരു തേജസ്സാണ്, എന്തൊരു തിളക്ക. അതിൻ്റെ പൗർണമി ചന്ദ്രൻ, ശരത്കാലത്തെ ചന്ദ്രന് വളരെയധികം പ്രത്യേകത ഉണ്ട്. പൗർണമി ചന്ദ്രനെ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, അതിൻ്റെ തിളക്കമുണ്ട്, പിന്നെ ശാന്തമാണ്, പൊടിയില്ല, ഒരു കലർപ്പുമില്ല, ഈർപ്പമില്ല, എന്നാൽ ശീതളിമണ്ടേനി. ഇങ്ങനെയുള്ള ഈ സുഖത്തെ മുഴുവൻ ഋഷികളും ഈ ശ്രീ ശുകബ്രഹ്മർഷിയും കൂടിയിട്ട് എല്ലാവർക്കുമായിട്ട് പ്രദാനം ചെയ്യുകയാണ്. അത് സ്വീകരിച്ചുകൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് വിശിഷ്ടമായിട്ടൊരു പീഠത്തിലാണ് ഈ ശ്രീ ശുകബ്രഹ്മർഷി ഇരിക്കുന്നത്. രാജാവ് താഴെ ദർഭപുല്ലിലിരിക്കുന്നു, മുഖ്യ ശ്രോതാവായിക്കൊണ്ട്. ബാക്കി എല്ലാവരും സദസ്യരായിട്ടിരിക്കുന്നു. ഉത്സുകരായിട്ട് ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ ശ്രീ ശുകബ്രഹ്മർഷിയെ നോക്കിയിരിക്കുന്നു. ആ സമയത്ത് രാജാവ് പറയാണ്, ചൊല്ലി നൃപൻ ഋഷേ സജ്ജന രക്ഷക ആത്മജ്ഞനാം മഹായോഗിൻ ഹിതം കരാ, പാപം നശിപ്പിക്കും കൃഷ്ണ കഥകളെ ചൊല്ലേണമേ കലി കന്മഷം തീർക്കണേ. പാണ്ഡവ ബന്ധുവാം കൃഷ്ണൻ പ്രസാദിച്ച് അങ്ങയെ എത്തിച്ചു നീചനൻ സന്നിധി, ആത്മാനുഭൂതിയാൽ ലോകം മറക്കുന്ന അങ്ങയെ കാണുകിൽ നേടാം വിശുദ്ധിയും. ഇപ്പോൾ അങ്ങ് ഇവിടെ വരാനുള്ള കാരണം, മഹായോഗിയായിട്ടുള്ള കൃഷ്ണതുല്യനായിട്ടുള്ള അങ്ങ് ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ പാപം നശിച്ചു. ഇവിടെ ആരൊക്കെയാണോ ഇരിക്കുന്നത് അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ലേശം പാപം ഉണ്ടെങ്കിൽ, അവർക്കാർക്കും പാപമില്ല, മഹർഷികളാണ്, ദേവന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്, പൗരജനങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്, അവരുടെ ഒക്കെ പാപം തീർന്നു. ഇനി അഥവാ ഒരു ലേശം ബാക്കിയുണ്ടെങ്കിൽ, ഇനി കരികാലമാണല്ലോ ഇവിടുന്ന് അങ്ങോട്ട് വരാനുള്ളത്, ആ കലികന്മഷം അങ്ങ് തീർത്ത് തരണേ. പാണ്ഡവരുടെ ബന്ധുവായിട്ടുള്ള ഈ ശ്രീകൃഷ്ണൻ എന്നോടുള്ള കൃപ കൊണ്ട് അങ്ങയെ ഇപ്പോൾ ഇവിടെ എൻ്റെ ഈ മരണസമയത്ത് നീചനായിട്ടുള്ള എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, ആത്മജ്ഞനാക്കാൻ വേണ്ടിയിട്ട് വന്ന അങ്ങയെ ഞാൻ ഇതാ വീണ്ടും വീണ്ടും നമസ്കരിക്കണു. വെറുതെ കണ്ടാൽ മതി, ആ കാറ്റൊന്ന് ആ ദേഹത്ത് തട്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, സാന്നിധ്യം മതി, സ്മരണ മതി, 2 വാക്ക് കേട്ടാൽ മതി. ഇതിലും കൂടുതൽ ഭഗവാന്റെ അനുഗ്രഹം വേറെ ഒന്നും കിട്ടാനില്ല. പാപം നശിക്കാൻ, കർമ്മവാസന നശിക്കാൻ വേറെ യാതൊന്നും വേണ്ട. യോഗികൾക്കും ഗുരുവാകും മഹാഋഷേ
എന്നും മരിക്കുന്ന മർത്യൻ്റെ കർമ്മവും എന്തു ജപിക്കണം, എന്തു സ്മരിക്കണം, ആരെ ഭജിക്കണം, ഓർക്കണം നിത്യവും. മഹായോഗികൾക്കും കൂടി ഗുരുവാണ്. വസിഷ്ഠ ഋഷി, വിശ്വാമിത്ര ഋഷി, അഗസ്ത്യ ഋഷി എന്നൊക്കെ പറഞ്ഞാലേ പരമാവധി ആണ്, തുല്യതയാണ്. അവർക്കും കൂടിയും മീതയാണ് ശ്രീ ശിവബ്രഹ്മ ഋഷിയുടെ സ്ഥാനം. ഈ വ്യാസൻ പറയണത്, എനിക്ക് ഇങ്ങനെ ഒരു ഉണ്ണിയെ കിട്ടാറായില്ലോ എന്ന് അങ്ങേക്ക് മറ്റുള്ളവരോട് പറയേണ്ടി വരും എന്ന് മഹാദേവനിൽ നിന്നും പുത്രനായിട്ട് ഇങ്ങനെ ഭഗവാൻ വരിട്ടോ ആ അനുഗ്രഹം കിട്ടിയ ആ ഒരു സന്ദർഭത്തിൽ അപ്പോൾ വിചാരിച്ചില്ല. പക്ഷേ ശ്രീ ശിവബ്രഹ്മ ഋഷി വളർന്നു കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി. എപ്പോഴാണ്, എങ്ങനെയാണ് വളർന്നത്? ജനിച്ചു വളർന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ വളർച്ചയില്ല, എന്നും 16ആണ്. അപ്പോൾ വ്യാസൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ഈശ്വരൻ എന്നെ അനുഗ്രഹിക്കാൻ വന്ന എൻ്റെ മകൻ്റെ സ്ഥാനത്ത് ഈശ്വരനായിട്ട് വന്ന എൻ്റെ ഗുരു, അങ്ങനെയാണ് മകനെ കണ്ടത്. മഹാദേവൻ തന്നെ, മഹാവിഷ്ണു തന്നെ, കൃഷ്ണൻ തന്നെ, ഒരു വ്യത്യാസമില്ല. അങ്ങനെയുള്ള വ്യാസൻ്റെ ആ വാക്കിനെ, വ്യാസൻ്റെ പരമ്പരയിൽപ്പെട്ടതായിട്ടുള്ള ഈ പരീക്ഷിത്ത് പാണ്ഡവ പൗത്രൻ നന്നായിട്ട് തന്നെ ബഹുമാനിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ഞാൻ എന്താ ജപിക്കേണ്ടത്, ഞാൻ ആരെയാണ് സ്മരിക്കേണ്ടത്, ആരെയാണ് ഭജിക്കേണ്ടത്, ഏത് കഥകളൊക്കെയാണ് ഞാൻ ഓർക്കേണ്ടത്, അങ്ങാണെച്ചാലോ കുറച്ച് കാലമല്ലേ ഇവിടെ ഇരിക്കുള്ളൂ, ഗോദോഹന കാലം മാത്രമല്ലേ അങ്ങ് ഇരിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് വേണ്ടത് പറഞ്ഞു തരണേ, ഞാൻ ചെയ്യേണ്ടതും ഞാൻ ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണേ. ഗോദോഹന കാലം മാത്രം ഒരു ഗൃഹേ വാസം ചെയ്യും ഋഷേ ചൊല്ലു ഹരി കഥ, ഭാഗവതം കേട്ടു മുക്തി നേടട്ടെ ഞാൻ, അങ്ങൊന്നിൻ വാക്ക് അമൃതായി തീരണേ. ഭാഗവതം കേട്ട് ഭാഗവതത്തെ കേൾപ്പിച്ചാൽ മതി, അതാണ് അമൃതേ. ഞാൻ ഇപ്പം മരിക്കാൻ പോവാ, പക്ഷേ എൻ്റെ മരണം എന്നെ ബാധിക്കില്ല. എന്താ കാരണം? ഈ അമൃത അവിടെ അല്ലേ, കഥയാകുന്ന അമൃത, ഭാഗവത കഥാമൃതാണ്. മറ്റേ അമൃതം എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഒരു പക്ഷേ സംരക്ഷിക്കാൻ പറ്റുമായിരിക്കും. മറ്റതങ്ങനെയല്ല, ശരീരത്തിൻ്റെ വിഷയമില്ല, ജീവനെയാണ് അമൃതമാക്കി തീർക്കുന്നത്. ഇനി ശരീരം സ്വീകരിക്കേണ്ടാത്ത അവസ്ഥയിൽ ഈ ജീവനെ എത്തിക്കുന്ന ഭാഗവത അമൃത് എനിക്ക് പറഞ്ഞു തരൂ. ഭാഗവതം കേട്ട് മുക്തി നേടട്ടെ ഞാൻ, അങ്ങൊന്നിൻ വാക്ക് അമൃതായി തീരണേ. അന്ത്യകാലത്തു ഞാൻ ആരെ സ്മരിക്കണം, നിത്യകർമ്മം സദാ ചെയ്യേണ്ടതെന്തു ഞാൻ, ചെയ്യരുതാത്തതും ധർമ്മവോ മോദണേ, വൃത്തികളെന്നും പരഹിതമാക്കണേ. എൻ്റെ എല്ലാ പ്രവൃത്തികളും മനസ്സാ വാച കർമ്മണ, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്, വാക്കുകളെ കൊണ്ട് പറയുന്നത്, ഈ ദേഹവും ദേഹത്തിലുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ടും ചെയ്യുന്നത് മുഴുവൻ അന്യർക്കും കൂടി ഹിതകരമായിട്ട് തീരണം. ഭഗവാന് ഹിതമാവണം, ബാക്കിയുള്ള എല്ലാവർക്കും ഹിതമാവണം, അത് എനിക്കും ഹിതമാവണം. അപ്പോഴേ ലോകത്തിന് ഹിതമാവുള്ളൂ. അത് പരഹിതമാവണം. നമ്മുടെ പ്രവൃത്തികൾ മുഴുവൻ അങ്ങനെ വേണമെന്നാ, അപ്പോഴേ നമുക്ക് ശരിക്കും സന്തോഷം കിട്ടുള്ളൂ. ഭാഗവതം വായിക്കണു, ആ വായിക്കുന്ന സമയത്ത് ഒരു കുട്ടി പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഉറക്കെ ഭാഗവതം വായിച്ചാൽ ആ കുട്ടിക്ക് ഇത് ഡിസ്റ്റർബൻസ് ആണ്. ഭാഗവതം വായിച്ച ഒരാൾക്ക് ഡിസ്റ്റർബൻസോ അങ്ങനെ ഒരു ആചാര്യം പറയാൻ പാടുമോ? അങ്ങനെയല്ല. അത് സ്ഥലം കുലം മുഖന്യായ അവിടെയുമുണ്ട്, അത്ര പ്രാധാന്യമുണ്ട്. നാമം ജപിക്കാൻ പാടില്ല അത്രേ, എപ്പോൾ ഉറക്കെ ജപിക്കാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഭഗവാന് പ്രാണായ സ്വാഹ പാനായ സ്വാഹ എന്ന് പറയുന്ന സമയത്ത് നാമം ജപിക്കാൻ പാടില്ല. നല്ലോണം സൂക്ഷ്മമാണ്, അതിൻ്റെ ഗതി വളരെ സൂക്ഷ്മമാണ്. ഉറക്കെ ജപിക്കാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഭഗവാന്റെ പ്രസന്നതയാണ് വേണ്ടത്, ഇത് അതിൻ്റെ ഒരു ഘടകം ആണ്. അപ്പോൾ രണ്ടും തമ്മിൽ യോജിപ്പ് ഇല്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥ വരും. ഏതിനാണോ പ്രാധാന്യം അത് വളരെ കുറച്ച് നേരെ വേണ്ടേ. അപ്പോൾ നമ്മൾ മനസ്സിൽ ചെയ്താൽ മതി. ജപം 4 തരത്തിലുണ്ട്, ഏത് വേണമെച്ചാൽ ചെയ്യാൻ, വിരോധമില്ല. അത്ര പ്രാധാന്യമാണ്, അത്ര സൂക്ഷ്മതയാണ് ഓരോ കാര്യത്തിനും. നമ്മൾ അറിഞ്ഞിട്ട് വേണം അതിനെ ചെയ്യുവാനായിട്ട്. ഇവിടെ പരീക്ഷത്തിന് സംശയം ഉണ്ടായില്ല. എന്താ ചോദിച്ചത്?
ഞാൻ ആരെയാണ് സ്മരിക്കേണ്ടത്? നിത്യകർമ്മങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇനി പരീക്ഷത്തിന് എന്ത് നിത്യകർമ്മമുള്ളത്? ഒന്നുമില്ല. ആകെ 7 ദിവസമേ ഉള്ളൂ. ഇവിടെ പ്രായോപവേശം ചെയ്തിരിക്കുകയാണ്, മൗനിയാണ്, യാതൊന്നും പറയണില്ല. ഭഗവാനെക്കുറിച്ച് അല്ലാതെ കണ്ടൊരു ചോദ്യമില്ല, ഉത്തരവില്ല, ഒന്നുമില്ല. ചെയ്യരുതാത്തതൊന്നും ഇനി അദ്ദേഹം സ്മരിക്കുക പോലുമില്ല. എന്നിട്ടും ധർമ്മം എന്താണ്, അരുതാത്തത്, ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ട്. വളരെ വിശദാട്ടോ. ഈ ഒരു കാര്യം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ശ്രീ ശിവബ്രഹ്മർഷിക്ക് അത് പറയാനേ നേരണ്ടാവുള്ളൂ. അന്തേ നാരായണ സ്മൃതി, ഇതാണ് വേണ്ടത്. അതിനെന്ത് വേണം? നിത്യം ഭഗവത് സ്മരണ വേണം. അതിനെന്താ വഴി? നാമം മാത്രമേ വഴിയുള്ളൂ. ഗോകോടിദാനം ഗ്രഹണാദികാലേ പ്രയാഗ ഗംഗായുധ കൽപ്പവാസം യജ്ഞായുധം മേരു സുവർണദാനം ഗോവിന്ദനാംന സമം ശതാംശേ. ഗ്രഹണം തൊട്ടുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിൽ, അക്ഷയ തൃതീയ തുടങ്ങിയിട്ടുള്ള പല ഏറ്റവും നല്ല ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിൽ കോടി പശുദാനങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതേപോലെ ഗംഗാതീരം പോലെയുള്ള പുണ്യതീർത്ഥക്ഷേത്രങ്ങളിൽ ഒരു കൽപ്പകാലം വസിക്കുകയാണെങ്കിൽ കിട്ടുന്നതായിട്ടുള്ള പുണ്യം. 10,000 യാഗങ്ങൾ ചെയ്തുകൊണ്ട് മേരുവിൽ ഈ മേരുവിൻ്റെ അത്രയും വലിപ്പമുള്ള തൂക്കമുള്ള സ്വർണത്തെ ദാനം ചെയ്തുകൊണ്ട് ബ്രാഹ്മണരുടെ പ്രീതി നേടിയാൽ കിട്ടുന്നതായിട്ടുള്ള പുണ്യം. ഇതൊക്കെ ഗോവിന്ദ എന്ന് ആ നാമം ജപിക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ പുണ്യമുണ്ടല്ലോ. അതിൻ്റെ ബാക്കിയുള്ള ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ ഗോവിന്ദനാമം ജപിക്കുന്നതിൻ്റെ 100-ൽ 1 അംശമേ വരൂ. ഗോവിന്ദ ഗോവിന്ദ എന്നാണല്ലോ നമ്മൾ സാധാരണ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ ഒടുക്കം, ആ അധ്യായത്തിൻ്റെ ഒടുക്കം പറയെന്താ? സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 3 ഗോവിന്ദനെയാണ് അവിടെ ജപിക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ, 3 ഗോവിന്ദനെ പറഞ്ഞു. ഗോക്കളെ വിന്ദനം ചെയ്തതായിട്ടുള്ള, എന്നുവെച്ചാൽ നമ്മളെ പോലെയുള്ള ഈ പശുബുദ്ധികളായിട്ടുള്ള നമ്മളെ വിന്ദനം ചെയ്തതായിട്ടുള്ള ഭഗവാൻ. നമ്മളിൽ ഇന്ദ്രിയങ്ങളെ വിന്ദനം ചെയ്തതായിട്ടുള്ള ഗോ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളെ വിന്ദനം ചെയ്തതായിട്ടുള്ള, കാരണം ഇത് അറിയാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ? ചെയ്യാനും അറിയാനുമായിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും കൂടിയത്. അതേപോലെ തന്നെ വാസത്തിന് വേണ്ടിയിട്ട് ഗോവിന്ദനം ചെയ്തതായിട്ടുള്ള പശു അല്ലെങ്കിൽ ഭൂമി. ഭൂമി നമുക്ക് വസിക്കാനായിട്ടും ജീവജാലങ്ങൾക്ക് ശരീരമായിട്ട് തന്നതും ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ തന്നതും ആയിട്ടുള്ള ഗോവിന്ദനെ, ഈ 3 ഗോവിന്ദന്മാരെയാണ് നാം സ്മരിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 3 തവണ ഈ ഗോവിന്ദനാമം ഓരോ അധ്യായം കഴിയുമ്പോഴും എല്ലാവരും പറയണം എന്നാ. നിങ്ങൾ 2 ഗോവിന്ദ എന്നെങ്കിലും പറയൂ, പോരാ, 3 ഗോവിന്ദ പറയണം. ഈ 3 എന്നാണ്. വസിക്കാനൊരു സ്ഥലം വേണം. ഈ ജീവന് തൻ്റെ പ്രാരബ്ധങ്ങൾ തീർക്കാൻ വേണ്ടതായിട്ടുള്ള ഒരു ശരീരം വേണം. ഈ ശരീരത്തിൻ്റേതായിട്ടുള്ള ഇന്ദ്രിയാദി വൃത്തികളിലൂടെ മാത്രമേ ഈ കാമത്തെ മുഴുവൻ തീർക്കാൻ സാധിക്കുള്ളൂ, കർമ്മബന്ധത്തെ തീർക്കാൻ സാധിക്കുള്ളൂ. ആ ഗോവിന്ദനെ സ്മരിക്കണം. അപ്പം 3 ഗോവിന്ദനാമം ഓരോ അധ്യായത്തിൻ്റെയും ഒടുക്കം പറയണം. എപ്പോഴാണ് മനസ്സ് ആർദ്രമാകുന്നത്, എപ്പോഴൊക്കെയാണോ മനസ്സ് ലീനമാകുന്നത്, അതിന് ഈ ഗോവിന്ദനെ, ഋഷികേശനായിട്ടുള്ള ഇന്ദ്രിയനാഥനെ, ഗോവിന്ദനെ സ്മരിക്കുക തന്നെ വേണം. അതിന് ഈ ഭാഗവത പാരായണം എല്ലാവർക്കും ഒരേപോലെ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവാന്റെ തൃക്കാലൊക്കെ സമർപ്പിക്കുന്നു. ഇങ്ങനെ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമസ്കന്ധം 19-ാം അധ്യായം സമാപ്തം. ഈ സ്കന്ധത്തിൽ 19 അധ്യായമാണ് ഉള്ളത്. 19 അധ്യായവും ഭഗവാന്റെ തൃക്കാലൊക്കെ സമർപ്പിച്ചിരിക്കുന്നു. ഇനി നാളെ മുതൽ ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നതായിട്ടുള്ള
ദ്വിതീയ സ്കന്ധം മുതലാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. അത് നാളെ കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. ഇത് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ മുഴുവനും കേൾക്കുവാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. നാരായണ 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 നാരായണ.